വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ വന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ 17-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ എക്സാം ആണ് നമ്മുടെ EVS. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങണം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പല രൂപത്തിൽ നമുക്ക് ചുറ്റും അറൗണ്ട് അസ് ഇൻ ഡിഫറെന്റ് ഫോം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു തരാനാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന LSS എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നിങ്ങൾ മറക്കാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വെള്ളത്തിന്റെ ഏതെല്ലാം അവസ്ഥകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ജലത്തിന്റെ ഏതെല്ലാം അവസ്ഥകൾ നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്നാമത്തെ ചിത്രം നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു ഐസ് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ നമുക്കൊരു ഐസിന്റെ ചിത്രമാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഐസ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലുള്ളതാണെന്ന് അറിയാമോ? ഏതവസ്ഥയിലുള്ളതാണ്? അത് സോളിഡ് ആണ്, അതായത് ഖരാവസ്ഥയിലാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് വെള്ളം അല്ലെങ്കിൽ ജലമാണ് കാണാനായിട്ട് പറ്റുന്നത്. വാട്ടർ ആണ് കാണാൻ പറ്റുന്നത്. ഈ വാട്ടർ എന്ന് പറയുന്നത് സോളിഡ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണോ നമുക്ക് കാണാൻ പറ്റുന്നത്? അല്ല, വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണല്ലേ, ദ്രാവകാവസ്ഥയിലുള്ളതാണ്. ഇനി മൂന്നാമത് നമുക്ക് എന്താ കാണാനായിട്ട് പറ്റുന്നത്? ഈ വെള്ളം തന്നെ തിളപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ തിളപ്പിക്കുന്ന സമയത്ത് നീരാവി ഉണ്ടാവുന്നതായിട്ട് നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നീരാവി ഉണ്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ നീരാവി എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ്? ഗ്യാസ് ആണ് അല്ലേ, അതായത് വാതകാവസ്ഥയിലാണ്. അപ്പൊ ഇവിടെ തന്നെ, അതായത് ജലത്തിന്റെ കേസിൽ തന്നെ നമുക്ക് സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് മൂന്നുമുള്ള ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ജലം പറയാനായിട്ട് പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിന്റെ പ്രത്യേകത എന്താണ്? നെയ്യും ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഉരുക്കിയിട്ട് അല്ലെങ്കിൽ ചൂട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ദ്രാവക രൂപത്തിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ഈ ജലത്തിനെ എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസസ് ആയിട്ടും നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളിതാ ഒരു ബീക്കറിൽ എന്തെടുത്തിട്ടുണ്ട്, കുറച്ച് ഐസ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഐസ് നമ്മൾ ഇതാ ചൂടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഏറ്റവും ആദ്യം ഐസാണ് എടുത്തത്. ഐസിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ചൂടാക്കാനായിട്ട് പോവുകയാണ്. ഐസിനെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് വാട്ടറായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതിനെ വീണ്ടും ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അത് ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ വേപ്പറായിട്ട്, നീരാവിയായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചൂട് കൊടുത്താൽ അതായത് നമ്മൾക്കിപ്പോൾ ഐസ് ആയിട്ടുള്ള ഒരു വസ്തുവിന് നമ്മൾ ചൂട് കൊടുത്താൽ അത് ലിക്വിഡ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് മാറുന്നു. ഇപ്പൊ വാട്ടറിന്റെ കേസ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വാട്ടർ എന്ന് എഴുതിയത്. അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ലിക്വിഡ് സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അതിനെ വീണ്ടും ചൂടാക്കിയാൽ അത് നീരാവിയായിട്ട്, അതായത് ഗ്യാസ് സ്റ്റേജിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് പഴയ പോലെ ഐസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്ര നേരം ചൂടാക്കുക ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ അങ്ങ് തണുപ്പിച്ചാൽ മതി. അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കിപ്പോൾ നീരാവിനെ അല്ലെങ്കിൽ വാതകാവസ്ഥയിലുള്ളതിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? യെസ്, നമ്മളതിനെ കൂൾ ചെയ്താൽ മതി, തണുപ്പിച്ചാൽ മതി. ഇനി വാട്ടറിനെ നമുക്ക് വീണ്ടും ഐസാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വീണ്ടും നമ്മളതിനെ തണുപ്പിച്ചാൽ മതി. നമ്മൾ ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുന്ന അതിനു വേണ്ടിയല്ലേ? ഫ്രിഡ്ജ് നമുക്കറിയാം, ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം കട്ടയാക്കുന്നത് എങ്ങനെയാണ്? ആ വെള്ളത്തിനെ നമ്മൾ തണുപ്പിക്കുമ്പോഴാണ് അത് കട്ടയായിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ മാറ്റം മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഐസിനെ ചൂടാക്കുമ്പോൾ വെള്ളമാകുന്നു, വെള്ളത്തിനെ ചൂടാക്കുമ്പോൾ നീരാവിയായിട്ട് മാറുന്നു. ഇനി അത് നേരെ, അതായത് നീരാവിനെ നമ്മൾ തണുപ്പിക്കുവാണെങ്കിൽ വെള്ളമാവുന്നു, വെള്ളത്തിനെ തണുപ്പിക്കുവാണെങ്കിൽ ഐസ് ആവുന്നു. ഓക്കെ, അപ്പൊ ചൂടാവുകയാണെങ്കിൽ ഐസിൽ നിന്നും വാട്ടറും വാട്ടറിൽ നിന്ന് നീരാവിയായിട്ടാണ് മാറുന്നത്. ഇനി തണുപ്പിക്കുവാണെങ്കിൽ നേരെ റിവേഴ്സ് ആയിട്ട് നടക്കും. അതായത് നീരാവിയിൽ നിന്നും വെള്ളമായിട്ടും വെള്ളത്തിൽ നിന്നും ഐസായിട്ടുമാണ് മാറുന്നത്. അപ്പൊ ഹീറ്റിങ്ങും അതുപോലെ തന്നെ കൂളിങ്ങും, ഈ രണ്ട് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു അവസ്ഥ മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സോളിഡ്സിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ലിക്വിഡ്സിന്റെ പ്രത്യേകതയും പഠിച്ചു, ഗ്യാസിന്റെ പ്രത്യേകതയും പഠിച്ചു. ഇത് മൂന്നുമുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ജലം നമുക്ക് പറയാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റും. ഇനിയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. യൂഷ്വലി നമ്മൾ ഈ മെറ്റൽസ് ഒക്കെ കാണുന്നത് എങ്ങനെയാണ്? സോളിഡ് സ്റ്റേജിലാണ്. പക്ഷേ നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അതായത് ലോഹങ്ങളെല്ലാം പൊതുവായിട്ട് ഖരാവസ്ഥയിലാണ്, പക്ഷേ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഒരു ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. രസം എന്ന് നമ്മൾ പറയും. നമ്മൾ ഈ തെർമോമീറ്റർ യൂസ് ചെയ്യും. അതായത് നമുക്ക് പനിയൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററും ലാബിലൊക്കെ നമ്മൾ ലബോറട്ടറി തെർമോമീറ്ററും ഒക്കെ യൂസ് ചെയ്യും. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. ഈ തെർമോമീറ്ററിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, നിങ്ങൾക്ക് LSSനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ കൂടത്തിൽ തന്നെ നിങ്ങൾക്ക് LSSന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മുടെ സൈലം ഒരു ബാച്ച് ഒരുക്കുന്നുണ്ട്, നമ്മുടെ ജ്വാല ബാച്ച്. ഈ ജ്വാല ബാച്ച് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈലം ലേണിംഗ് എഡ്യൂക്കേഷൻ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ക്ലാസ് 4 ജ്വാല ബാച്ചിൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്താൽ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പൈസ ഒന്നും കൊടുക്കണ്ട. ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം പ്രാണ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നിലവിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഒരു എന്താ പറയുക, 30% ഡിസ്കൗണ്ടിൽ നമുക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, MEGA30 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ഈ ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ജ്വാല ബാച്ചിൻ്റെ കാര്യവും നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ കാര്യവും മറന്നു പോകരുത്. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.